മിസ് പമീല. പമീലതെ അവിടെ നിൽക്കുന്നു. സർവീസ് സ്റ്റേഷനിലെ രാജാമണി മരിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ മർഡർ. ഇന്നലെ മറ്റൊരു കൊലപാതകം കൂടി നടന്നു. ഫാബ്രിക്കേഷൻ യൂണിറ്റിലെ റോക്കി. ഈ ഫോട്ടോയിൽ കാണുന്നവരാണവർ. നീ അവരെ കണ്ടിട്ടുണ്ടോ പമില? ലുക്ക് പമില, ഹാവ് യു എവർ സീൻ ദം? പറയൂ. നിൽക്കൂ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ റഞ്ജിയെയും മമ്മിയെയും ഡാഡിയെയും കൊന്നവരാരാണെന്ന് പറയൂ. അവരുടെ മുഖം നീ ഓർക്കുന്നില്ലേ? ഓർത്തു നോക്കൂ. Come on, Pamela. Tell me now. Tell me. നിങ്ങൾക്ക് സംസാരിക്കാനാവുന്നില്ലെങ്കിൽ ഈ പേപ്പറിൽ എഴുതി കാണിക്കൂ. നടന്നത് എന്താണെന്ന് വിശദമായിട്ട് എഴുതുക. Come on. Pamela. Look. മിസ്റ്റർ രായൻ ഫിലിപ്പോസ്, എന്റെ അനുവാദം കൂടാതെ നിങ്ങളിവിടെ കടന്നു വന്നത് ശരിയായില്ല. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഷീ ഈസ് ഓൺ ദ റിക്കവറി സ്റ്റേജ്. അതിനു മുമ്പ് അവൾക്ക് ഇനിയും ടെൻഷൻ കൊടുക്കരുത്. ലീവ് ദ പ്ലേസ്. ഡോക്ടർ, ഇനിയും ഇവർക്ക് ഇംപ്രൂവ്മെന്റ് ആയിട്ടില്ലേ? എത്ര ദിവസമായി ഇതുപോലെ ഒരു ജീവച്ഛവമായി? നിങ്ങളുടെ ആങ്സൈറ്റി എനിക്കറിയാം. നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കിട്ടണം. ആര് നശിച്ചാലും വേണ്ടില്ല, ഫയൽ ക്ലോസ് ചെയ്യണം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പേഷ്യൻസിന്റെ ലൈഫാണ് വലുത്. അതുകൊണ്ട് ഐ എം സോറി, യു ക്യാൻ ഗോ നൗ. I do understand. I will go. അവൾ തന്നെയാണ് രാജാമണിയെയും റോക്കിയെയും കൊന്നത്. ഒരു കാലനെ പോലെ അവൾ നമ്മളെ പിന്തുടരുകയാണ്. ഇനി അവളുടെ അടുത്ത ലക്ഷ്യം നമ്മളാണ്. നമുക്ക് പോലീസിൽ പറഞ്ഞാലോ? നീ എന്ത് വിട്ടിത്തരവേ പറയുന്നത്? പോലീസിന്റെ മുമ്പിൽ പെട്ടാൽ നമ്മൾ അകത്തായത് തന്നെ. അതിനു മുമ്പ് അവളുടെ ചാപ്റ്റർ ക്ലോസ്.
May I come in? കമേൻ. ഡോക്ടർ, ഇതൊരു മെന്റൽ ഹോസ്പിറ്റലോ അതോ മുഖംമൂടിയുള്ള വിഹാര കേന്ദ്രമോ? ഇക്കണക്കിന് ഇവിടെ കഴിയുന്ന രോഗികളുടെ ജീവന് ഡോക്ടർ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് എന്റെ പേഷ്യന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്. അന്നൊരു രാത്രി ഒരു അക്രമി പമീലയുടെ മുറിയിൽ കടന്നു വന്ന വിവരം ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു? ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെയാണ് എനിക്ക് തിരിച്ച് അങ്ങോട്ടും പറയാനുള്ളത്. ഇപ്പോൾ 2 മുഖംമൂടികൾ പമീലയെ ആക്രമിക്കാൻ വന്നു. പമീല ജീവിച്ചിരുന്നാൽ അപകടമാണെന്ന് അറിയാവുന്നവർ തന്നെ ആയിരിക്കണം ഈ മുഖംമൂടികൾ. ഡോക്ടർ, എത്രയും എളുപ്പം പമീലയുടെ രോഗം മാറി നോർമൽ സ്റ്റേജിലായെങ്കിൽ മാത്രമേ ഈ കേസിന് ഞങ്ങൾക്ക് എന്തെങ്കിലും തുമ്പുണ്ടാക്കാനാവൂ. അതിന് ഡോക്ടറുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദാറ്റ്സ് റൈറ്റ്. ഒരു പനിയോ നെഞ്ചുവേദനയോ ഒന്ന് അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് അല്ല പമീല. ഷീസ് എ മെന്റൽ പേഷ്യന്റ്. സമയവും തീയതിയും പറഞ്ഞ് അസുഖം മാറ്റിത്തരാമെന്ന് ഇവിടെ ഒരു സൈക്കാട്രിസ്റ്റും പറയാനാവില്ല. ഇൻസ്പെക്ടർ, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ കഴിയാവുന്ന കാര്യം ഞാൻ ചെയ്യാം. നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ക്ലൂ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ രാജാമണി, റോക്കി എന്നിവർ സംശയകരമായ രീതിയിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സർ. വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോ കൊലപാതകവും നടത്തിയിരിക്കുന്നത്. ശരിയായ എവിഡൻസ് ഒന്നും കിട്ടാതെ സംശയത്തിന്റെ പേരിൽ മാത്രം ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ സർ? ഇന്നും രാവിലെ ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു. ഇനി പറയാനൊന്നുമില്ല. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അസംബ്ലിയിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയാണത്രേ. സർ, ഈ കേസിലെ ഏക സാക്ഷി മെന്റൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന പമീലയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന മൊഴി അനുസരിച്ച് തുടർന്നുള്ള അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനാകും. രാജാമണിയുടെയും റോക്കിയുടെയും മരണം കൊലപാതകമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആൻഡ് ദോസ് വർ ക്രൂവൽ മർഡേഴ്സ്. എന്തായാലും ശരി, പ്രതികളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. നാളെ ഹോം മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അതും ഇതും കേൾപ്പിക്കരുത്. അങ്ങനെ ഉണ്ടാകില്ല സർ. 48 hours പ്രതികളെ എല്ലാം ഞാൻ കസ്റ്റഡിയിൽ എടുക്കും. ഡെഡ് ഓർ അലൈവ്. ഓക്കെ, വിഷ് യു ഗുഡ് ലക്ക്. ഹംസയുടെ വീടല്ലേ? അതെ. ഇവിടില്ലേ? ഇല്ല. എപ്പോ വരും? അറിയില്ല. ഇവിടെ നിന്ന് പോയിട്ട് എത്ര ദിവസമായി? ഇവിടെ ചിലപ്പോഴേ വരാറുള്ളൂ. വിക്ടർ ഉണ്ടോ ഇവിടെ? ഇല്ല സാർ. എവിടെ പോയി? അറിയില്ല സാർ. ഇവിടെ വന്നിട്ട് 3-4 മാസമായി. എവിടെ പോയാണെന്ന് അറിയാവോ? അറിയില്ല സാർ.